യഥാർത്ഥത്തിൽ ഈ ക്യാൻസർ വരാൻ ഉള്ള കാരണം വൈദ്യശാസ്ത്രത്തിൽ ഒരു ചൊല്ല് തന്നെയുണ്ട്, ദ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. പ്രതിരോധം പ്രതിവിധിയേക്കാൾ മെച്ചം, വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് വരാതെ നോക്കലാണ്. ഈ ക്യാൻസർ ആർക്കും വരാം. പണ്ട് പനി പടർന്നു പിടിച്ച ലാഘവത്വത്തോടെ ഇന്ന് ക്യാൻസർ പടർന്നു പിടിക്കുകയാണ്. എല്ലാവരും പുക വലിച്ചിട്ടാണ് ക്യാൻസർ വരിക, വീടി വലിച്ചിട്ടാണ് ക്യാൻസർ വരിക, കള്ള് കുടിച്ചിട്ടാണ് ക്യാൻസർ വരിക. ഇന്നലെ എന്നോട് ഒരു സുഹൃത്തു വന്നേ ഭാര്യ ബാധിച്ചു, കുട്ടി 1 മാസമായി കുട്ടിക്ക് ക്യാൻസർ, 1 മാസമായിട്ട് കുട്ടിക്ക് ക്യാൻസർ. ഈ കുട്ടി ഏത് കൊടുക്കാൻ വിടപ്പെട്ട കുട്ടി, ഈ കുട്ടി ഏത് കാലപിടി എന്ന് വിചാരിച്ചിട്ട് പുക വലിച്ചാൽ വരാതിരിക്കാൻ ഇൻഷാല്ലാഹ്. യഥാർത്ഥത്തിൽ എല്ലാവരും പറയുന്നത് എന്താ, പുകവലിച്ചിട്ട് ക്യാൻസർ വരുമെന്ന് പറയുന്ന കാലം മുറുക്കിയാൽ ക്യാൻസർ വരുമെന്ന് പറയുമായിരുന്നു. മറുപടി പറയണം നിങ്ങൾ. മരിജനിച്ചിട്ട് 1 മാസം പോലും തികയാത്ത പൊന്നുമോൾക്ക് ഇവിടെ നിന്നാണ് ക്യാൻസർ വന്നത്. അവളേട് പുകവലിയാണ് നടത്തിയത്. ഇവിടെയാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആദ്യം ഞാൻ പറഞ്ഞത് ക്യാൻസർ രോഗിക്കൊരു സാന്ത്വനം. ഇനി മറ്റൊന്ന്, ക്യാൻസർ വരാനുള്ള കാരണം എന്താണ്? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്റെ അധ്യാപനങ്ങളെ അവഗണിച്ചു കളഞ്ഞു മുസ്ലിമേ. എങ്ങനെയാണ് ക്യാൻസർ രോഗം പിടിപെടാൻ കാരണം? ഈ ക്യാൻസർ ഇങ്ങനെ പകരാനുള്ള കാരണം എന്തെന്നറിയോ? അള്ളാഹുന്റെ ഖുർആന്റെ അധ്യാപനങ്ങളെ നമ്മൾ അവഗണിച്ചു കളഞ്ഞു. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ ആദ്യമായി ഇഖ്റ ഇന്ന നാദം ഇറങ്ങിക്കിടന്ന് രണ്ടാമത് അള്ളാഹുന്റെ റസൂൽ ഇറങ്ങിയ സൂറത്താണ് യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ. രണ്ടാമത് വിശുദ്ധമായ ഖുർആനിൽ ഇറങ്ങിയ സൂറത്തേടാ. ഹിറാ ഗുഹയിൽ നിന്ന് ധ്യാനനിമഗ്നനായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കെട്ടിപ്പിടിക്കുമ്പോ വന്നിട്ട് പുതപ്പ് മൂടിയിട്ട് നബി തങ്ങൾ കിടക്കുകയാ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ. ആ സമയത്താണ് ആയത്തിറങ്ങുന്നത്, നബിയേ യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ. പുതപ്പ് മൂടി പുതച്ച് കിടക്കുന്ന നബിയെ എഴുന്നേൽക്കുക, എഴുന്നേൽക്ക് നബിയെ. അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് മക്കാ ഖുറൈശികളോട് പറയ നബിയെ. അതോടൊപ്പം തന്നെ പറഞ്ഞതെന്താ? വസിയാബക ഫതഹിർ, അങ്ങയുടെ വസ്ത്രത്തെ ശുദ്ധിയോടെ സൂക്ഷിക്കു നബിയെ. എന്തിനാണ് ഖുർആനിലെ രണ്ടാമത്തെ സൂറത്തിൽ അല്ലാഹു ശുദ്ധിയെ കുറിച്ച് പറഞ്ഞതെന്തിനാ? അല്ലാഹു ശുദ്ധിയെ കുറിച്ച് പറഞ്ഞതെന്തിനാ? അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞത്, അത്തഹൂറു നിസ്ഫുൽ ഈമാൻ, ശുദ്ധി ഈമാന്റെ പകുതിയാണ്, ശുദ്ധി ഈമാന്റെ പകുതിയാണ്. മുസ്ലിമേ, നിനക്ക് ശുദ്ധി നഷ്ടപ്പെട്ടു പോയപ്പോ ആ നഷ്ടപ്പെട്ടു പോയ ശുദ്ധിയുടെ ഭാഗമായിട്ടാണ് ക്യാൻസർ എന്ന മഹാമാരി പടർന്നു പിടിക്കാൻ കാരണം. നിന്റെ വീട്ടിലെ മുഴുവൻ മാലിന്യങ്ങളും നീ പൊതുനിരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ, മുസ്ലിം പഠിക്കേണ്ട പാഠമാണിത്. മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞപ്പോ എല്ലാം ലാഭക്കൊതിയുടേതായി മാറിയപ്പോ, എല്ലാ ലാഭക്കൊതിയുടേതായി മാറിയപ്പോ ഈ ദുനിയാവ് വെട്ടിപ്പിടിക്കാൻ ആര് ചത്താലും വേണ്ടില്ല, എനിക്ക് ജീവിക്കണമെന്ന് പറയുന്ന മനുഷ്യന്റെ അത്യാഗ്രഹം വളർന്നു വലുതായപ്പോ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ പരീക്ഷണമാണ് ക്യാൻസർ എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇവിടെയാണ് വിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിന്റെ പേരാണ് സൂറത്തുൻ നഹ്ൽ. തേനീച്ച. തേനീച്ച ആരാ തേനീച്ച എന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആനിൽ തേനീച്ചയുടെ പേരിൽ ഒരു സൂറത്ത്. എന്തിനാ മുഅ്മിനീങ്ങളെ? ഈ പ്രസംഗം ഇൻഷാ അല്ലാഹ് ചർച്ചാ വിഷയമാകണം കേരളത്തിൽ. കാരണം തേനീച്ചക്കൊരു പ്രത്യേകതയുണ്ട്. ആ തേനീച്ച തേനുണ്ടാക്കുന്ന ജീവിയാ. ആ തേനീച്ച അതിന്റെ തേൻ കൊണ്ടുപോയി ഒരു അറയിൽ സൂക്ഷിക്കുമ്പോ അതിന്റെ തേൻ സൂക്ഷിച്ച അറയിൽ നിന്ന് 40 അറയിൽ മാറിയിട്ടാണ് അത് വിസർജനം നടത്തുക. ഒരു വിവരമില്ലാത്ത തേനീച്ച, ഒരു വിവേകമില്ലാത്ത തേനീച്ച, പഞ്ചേന്ദ്രിയ പരിജ്ഞാനമില്ലാത്ത തേനീച്ച, ക്യാൻസറിനെ കുറിച്ച് അറിയാത്ത തേനീച്ച, മാരക രോഗങ്ങൾ അറിയാത്ത തേനീച്ച, മനുഷ്യന്റെ രോഗത്തിന് മരുന്നായിട്ടാണ് തേനിനെ അല്ല വെച്ചത്. ആ തേൻ സൂക്ഷിക്കുന്ന അറയിൽ നിന്ന് 40 അറ മാറിപ്പോയിട്ടാണ് അങ്ങകലേക്ക് പോയിട്ടാണ് വിവരമില്ലാത്ത തേനീച്ച വിസർജിക്കുക. എടാ വിവരമുള്ള മനുഷ്യ, നിന്റെ വിസർജ്യം മുഴുവനും പൊതുനിരത്തിലേക്ക് നീ വലിച്ചെറിഞ്ഞു വിട്ടപ്പോ നിന്റെ അയൽപക്കക്കാരന് അതിന്റെ രോഗാണുക്കളിലൂടെ
ജില്ലയിലൂടെ ക്യാൻസർ പടർന്നത് നീ അറിഞ്ഞില്ല. എന്റെ പ്രിയപ്പെട്ട കച്ചവടക്കാരാ, ഇന്ന് കിട്ടുന്ന ആപ്പിളിലും മുന്തിരിയിലും കീടനാശിനികൾ തളക്കപ്പെട്ടപ്പോ ആ തിളക്കപ്പെട്ട കീടനാശിനികൾ മാരകമായ ക്യാൻസറിന്റെ കാരണമായി. ക്യാൻസറിന്റെ കാരണം മനുഷ്യന്റെ ആർത്തിയല്ലാതെ മറ്റൊന്നല്ല. പഴക്കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആപ്പിളിൽ ആരും കച്ചവടക്കാരനോട് ദേഷ്യപ്പെടരുത്. കച്ചവടക്കാരനോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്യാൻസറിന്റെ മാരകമായ ക്യാൻസറിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാരണം മനുഷ്യന്റെ ആർത്തിയാണ്. പാവപ്പെട്ട കൊപ്പത്തെ പഴക്കച്ചവടക്കാരന് പറഞ്ഞിട്ട് കാര്യമില്ല. തമിഴ്നാടിന്റെ ആന്ധ്രയുടെ ഫാമുകളിൽ നിന്ന് പഴം കൊണ്ടുവരുമ്പോ ആപ്പിളിന്റെ മുകളിൽ ആപ്പിളിന് നല്ല വെടുവെടുപ്പാണ്. കടയിൽ ആപ്പിൾ അടുക്കി വെച്ചിരിക്കുന്ന കണ്ടാൽ ആ ആപ്പിളിന്റെ വിരിസം കണ്ട ഐശ്വര്യമായ മുഖത്തിരുന്ന വിരിസം, അത്രയ്ക്ക് വിരസമാണ് ആപ്പിളിന്റെ മുകളിൽ. എന്താ സാധനം? അതിന്റെ മുകളിൽ മെഴുകിയിരിക്കുന്ന പെഴുക് ഇത് ക്യാൻസറിന്റേതാണ്. മുന്തിരിയുടെ മുകളിൽ ഒരു വെളുത്ത പാടകാണ്. എന്താ സാധനം? മാരകമായ ക്യാൻസറിന് കാരണമാകുന്ന കീടനാശിനികൾ. ഇനി ഒന്നും വേണ്ട. നമ്മുടെ നാട്ടിൽ തേങ്ങ അരച്ചിട്ട് എണ്ണ ഉണ്ടാക്കിയിരുന്നു. ആ എണ്ണ പാത്രത്തിൽ ഒഴിച്ചു വെച്ചാൽ ഒരു മാസം കഴിയുമ്പോ അത് ഒരു രുചി മാറും. നമ്മുടെ നാട്ടിൽ കരച്ചു പറയുന്നത് കാല് പോയ ലോറി പോയി, കാല് പോലെ ലോറി പോയി. വെളിച്ചെണ്ണ എന്ത് ചെയ്തു? വെളിച്ചെണ്ണ കാല് പോയി. കാറിപ്പോയാൽ ഇന്ന് നിങ്ങൾ പായ്ക്കറ്റിൽ വാങ്ങിക്കുന്ന വെളിച്ചെണ്ണ, ആ വെളിച്ചെണ്ണ നിങ്ങൾ 3 വർഷം വെച്ചാലും ആ വെളിച്ചെണ്ണയ്ക്ക് വ്യത്യാസം ഉണ്ടാവോ? ഇനി അടുത്തത് ഞാൻ പറഞ്ഞത് ദേഷ്യപ്പെടും. പ്രതിവിധിയൊക്കെ ഞാൻ പറഞ്ഞു തരാം. പക്ഷെ ആദ്യം കാരണമായി അദ്ദേഹത്തെ ചികിത്സിക്കുക. ഈ വെളിച്ചെണ്ണയെ മുഴുവൻ മരമായി കീടനാശിനികളായി. ഇനി നിങ്ങൾ വാങ്ങിക്കുന്ന കായ, ആ കായത്തിൽ 100 ഗ്രാം കായത്തിലാണ് വരാം. 1 കിലോ കായത്തിന് ലോക അന്താരാഷ്ട്ര മാർക്കറ്റിൽ 5000 രൂപ വരെ. 5000 രൂപ ഒറിജിനൽ കായത്തിന്. നമ്മൾ വാങ്ങിക്കുന്ന കായത്തിന് അമേരിക്കൻ പശയും വേറെ സാധനവും നടത്തിയാണ്. ഈ കായം വാങ്ങിക്കുന്നത് നമ്മുടെ സമ്പാദം കുടിക്കുകയും ഫുള്ള് ലോകത്തിന്റെ കാരണമാണ്. ഫുള്ള് ലോകത്തിന്റെ കാരണമാണ്. എന്ത് ഈ വാങ്ങിക്കുന്ന പച്ചക്കറികളിൽ മുഴുവനും എല്ലാമായ കടക്കാരോട് പറയുകയില്ല. അവരോട് ചെയ്യും സർവ്വതും മായം. അതോടൊപ്പം തന്നെ യഥാർത്ഥത്തിൽ ഒരു ജീവിത രോഗം 2 രീതിയിൽ വരാം. രോഗം ഇതൊന്നും കഴിക്കാത്തവന് ക്യാൻസർ വന്നിട്ട് 1 മാസമുള്ള കുഞ്ഞിനെ ക്യാൻസർ വന്നിട്ട് അത് രോഗം 2 രീതിയിൽ വരാം. ലോകത്തിന്റെ രീതിയിൽ വരാം 2 രീതിയിൽ. അല്ലാഹുവിന്റെ പരീക്ഷണമായി വലനബിലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനക്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശിരിസ് സാബിരീൻ. അല്ലാഹ് പറയാണ്, നിന്നെ ഞാൻ മാരക രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു രോഗത്തിന്റെ ഭാഗമായി, അല്ലാഹുവിന്റെ പരീക്ഷണത്തിന്റെ ഭാഗമായി ക്യാൻസർ മാരക രോഗങ്ങൾ തരാം. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇതിനെക്കുറിച്ച് വിശാലമായി പ്രതിസന്ധികളെ തലകാല വിഷയത്തിൽ മണ്ണാർക്കാട് കിരാക്കിയതിനോട് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ 12-ാം തീയതി കൂടുതൽ ഞാൻ പ്രസംഗിക്കുന്നുണ്ട്. ജീവിതം പൊരുതാനുള്ളതാണ് എന്ന വിഷയത്തിൽ അവിടെ വെച്ച് ബാക്കി സംസാരിക്കാം. അത് പരീക്ഷണമാണോ? അതല്ല നമ്മുടെ പ്രവർത്തന വൈകല്യങ്ങൾ ഉണ്ടായതാണോ എന്ന് എങ്ങനെ അറിയും? നമുക്കൊരു രോഗം വന്നു, ആ രോഗത്തിന് ശേഷം മുമ്പുള്ളതിനേക്കാൾ അല്ലാഹുവായിട്ട് നമ്മൾ അടുത്തെങ്കിൽ അതിന്റെ അർത്ഥം ഈ രോഗം അല്ലാഹു നമുക്ക് പരീക്ഷണമായിട്ട് തന്നതാണ്. മനസ്സിലാകുന്നത്? ഒരു രോഗം വന്നു, ആ രോഗം വന്നതിന് ശേഷം മുമ്പുള്ളതിനേക്കാൾ അല്ലാഹുവായിട്ട് വിവാദത്തിൽ നമ്മൾ നന്നായിട്ട് അടുത്തു എന്നാൽ അതിന്റെ അർത്ഥം ആ രോഗം അല്ലാഹു പരീക്ഷണമായിട്ട് തന്നതാണ്. രണ്ടാമത് അല്ലാഹു രോഗം തരും. ക്യാൻസർ അതിന്റെ പരിധിയിലാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്.
ഈ ഭൂമിയിലുണ്ടായ സർവ്വ കുഴപ്പങ്ങൾക്കും കാരണം, ഈ ഭൂമിയിലുള്ള സർവ്വ കുഴപ്പങ്ങൾക്കും കാരണം, ആ കാരണം മനുഷ്യ നിന്റെ പ്രവർത്തന വൈകല്യമാണ്. ഇത് ഖുർആന്റെ പ്രഖ്യാപനമാണ്. ഈ മനുഷ്യൻ ചെയ്ത പ്രവർത്തനത്തിന്റെ വൈകല്യമാണ് അവൻ അനുഭവിക്കുന്ന തീരാ ദുഃഖങ്ങളുടെ മാറാ രോഗങ്ങളുടെ കാരണമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഭക്ഷ്യവസ്തുക്കളിലുമായി ചേർത്തപ്പോ, പച്ചക്കറികളിലുമായി ചേർത്തപ്പോ, ഒരൽപലാപത്തിന് വേണ്ടി സ്വന്തം സഹോദരന്റെ വയറ്റിലേക്ക് വിഷമടിച്ചു കൊടുത്തപ്പോ യഥാർത്ഥത്തിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കേണ്ടത് ഇവരുടെ പേരിലാണ്. അവര് പാവപ്പെട്ട മനുഷ്യന്റെ പേര് പീടികയിലോട്ട് കടന്നിടലെന്ന പാവപ്പെട്ടവന്റെ വായിലേക്ക് കീടനാശിനി ഒടിച്ചു കൊടുത്തവരാണ് ഈ കച്ചവടത്തിന്റെ സാധനത്തിന് മായം ചേർക്കുന്നവർ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, വൈലുൽ മുത്തഫിഫീൻ അല്ലദീന ഇദാ ഖതാലു അലന്നാസി യസ്തൗഫൂൻ. പാവപ്പെട്ട ജനങ്ങളെ കബളിപ്പിച്ച് കച്ചവടത്തിൽ കൊള്ളലാഭം ഉണ്ടാക്കാൻ കൃത്രിമ മാർഗം ഉപയോഗിക്കുന്നവൻ അവനാണ് വൈലെന്ന നരകം, അവനാണ് വൈലെന്ന നരകമെന്ന്, അവനാണ് വൈലെന്ന നരകമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, മാലിന്യമുക്തമാക്കുക, ഈ മാലിന്യത്തിൽ നിന്ന് മാറി നിൽക്കുക, പാവപ്പെട്ടവനോട് കരുണ കാണിക്കുക. എന്റെ പ്രിയപ്പെട്ട കച്ചവടക്കാരെ, ഒരു മാലിന്യം പോലും മറ്റൊരുത്തര് ക്യാൻസർ കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകരുതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. രണ്ടാമത്തെ കാരണം, ഒന്നാമത്തെ കാരണം ഈ മാലിന്യം വലിച്ചെറിയുക, വിവരം പോലും ഇല്ലാതാവുക.